നമ്മുടെ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ള യോഗ്യതയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. നിരവധി പോസ്റ്റുകളാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 27/2/2026 മുതലാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം നിങ്ങൾക്ക് 28/3/2026 വരെ, മാർച്ച് 28 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡേറ്റിന് മുൻപാകം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. വിവിധ പോസ്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട്. അസിസ്റ്റൻറ്റ് മാനേജർ ടൂറിസം കാണാൻ സാധിക്കും. ഡൽഹി ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഗ്രൂപ്പ് ബി പോസ്റ്റാണ് കേട്ടോ. അത് ഓരോരോ വിഭാഗത്തിന് വന്നിട്ടുള്ള വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോന്ന് നോക്കി മനസ്സിലാക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ ഓരോന്ന് പറഞ്ഞു പോകുമ്പോൾ ഈ മൊത്തം പോസ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആകെ മൊത്തം 10, 18, 20 പോസ്റ്റുകൾ വരുന്നുണ്ട്. അതിനോരോന്നും പറഞ്ഞു പോകുമ്പോൾ അത്യാവശ്യം നല്ല സമയം എടുക്കും. 1 മണിക്കൂറിൽ കൂടുതൽ പഠിക്കും. കാരണം ഓരോന്നിൻ്റെ യോഗ്യത നോക്കുക ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതല്ല, പക്ഷേ കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ എല്ലാ കാര്യവും മനസ്സിലാകുന്നത് പോലെ പറഞ്ഞു തരാം. അപ്പോൾ ഓരോരോ പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അസിസ്റ്റൻറ്റ് മാനേജർ ജനറൽ ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്, ലീഗൽ ഉണ്ട്, എയർ ടിക്കറ്റിംഗ് ഉണ്ട്. അങ്ങനെ ഓരോ പോസ്റ്റുകൾ ഇവിടെ വന്നിട്ട് പബ്ലിക് റിലേഷൻ വന്നിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ സീരിയൽ നമ്പർ ഇവിടെ കൊടുത്ത പോസ്റ്റ് കോഡാണ് കേട്ടോ, അത് കൊടുത്തത് കാണാൻ സാധിക്കും. 01/2026, അതുപോലെ തന്നെ 226, 3/26, 4/2026, അങ്ങനെ ഓരോ പോസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ താല്പര്യം, ഏതാണോ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ഇവിടെ കാണാൻ സാധിക്കും. IT വന്നിട്ടുണ്ട്, ഗ്രൂപ്പ് ബി തന്നെയാണ്. പിന്നെ ഗ്രൂപ്പ് സി സ്റ്റെനോഗ്രാഫർ ഉണ്ട്. അങ്ങനെ ഓരോ പോസ്റ്റുകൾ വന്നതും കാണാൻ സാധിക്കുന്നതാണ്. റിപ്പോർട്ടർ ബി ഉണ്ട്. അങ്ങനെ ഓരോ പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആകെ മൊത്തമുള്ള വേക്കൻസിയും ഈ ഒരു കോളത്തിലായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. മൊത്തം 216 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, ഈ നോട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഓരോ പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് കൊടുത്തത്. 6 ഒഴിവുള്ള പോസ്റ്റ് കോഡ് 1 കാണാൻ സാധിക്കും. ഡൽഹി ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെൻറ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ യോഗ്യത നിങ്ങൾക്ക് ഇവിടെ നോക്കി ഇങ്ങനെ മനസ്സിലാക്കാം. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് എസെൻഷ്യൽ നിർബന്ധിത ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഇൻ ടൂറിസം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ടൂറിസം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ ഇത് ചോദിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. 44,900 മുതൽ ഏകദേശം 1,42,400 രൂപ വരെയാണ് ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്കുള്ള സാലറി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് പോസ്റ്റ് കോഡ് 2 ആണ്. അതിൻ്റെയും ഡീറ്റെയിൽസ് ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ടോട്ടൽ ഒഴിവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ബിസിനസ് ആണ് പറഞ്ഞിട്ടുള്ളത്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അതുള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഈ ഒരു യോഗ്യത മാത്രം മതി അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെയും സാലറി അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. 30 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് പേർക്ക് യോഗ്യതയുള്ള വിവിധ പോസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നോക്കി മനസ്സിലാക്കാം. കാരണം 20 പോസ്റ്റിൻ്റെ യോഗ്യത ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ സമയം എടുക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. +2, അതുപോലെ തന്നെ 10ാം ക്ലാസ് IT ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലുള്ള ഇത് വേണം, ജ്ഞാനം വേണം എന്ന് പറയുന്നുണ്ട്. പ്രൊഫഷൻസ് ഇൻ കമ്പ്യൂട്ടർ പറയുന്നുണ്ട്. പിന്നെ വർക്കിംഗ് നോളജും കൂടി ചോദിക്കുന്നത് കാണാൻ സാധിക്കും, ഉറുദു, ഹിന്ദിയിലൊക്കെ. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ നോക്കി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ +2 സയൻസ് പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള പോസ്റ്റുകൾ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ BSc വിത്ത് ഫിസിക്സ് ഒക്കെ പഠിച്ചവർക്കുള്ള കൊടുക്കാനുള്ള പോസ്റ്റുകൾ കാണുന്നുണ്ട്. അങ്ങനെ നിരവധി പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള 10ാം ക്ലാസ് യോഗ്യതയുള്ള പോസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. മെട്രിക് 10ാം ക്ലാസ്സും ITI ഉള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും. അങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഓരോന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റാണിത്. കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വുമൺ, SC, ST ഉദ്യോഗാർത്ഥികൾ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്.